ഹൃദയരാഗം ഭാഗം 6. അവിടെ എത്തിയ നിമിഷം മുതൽ തിരഞ്ഞതൊരു മുഖം മാത്രം. അവസാനം ആ ഒരുവനിൽ തന്നെ കണ്ണുകൾ ഉടക്കിയപ്പോൾ നിർനിമേഷയായി നോക്കി നിന്നു പോയിരുന്നു ദിവ്യ. മുണ്ടാണ് വേഷം. നീല നിറത്തിലുള്ള ഷർട്ടും അതേ കരയിലുള്ള മുണ്ടും അണിഞ്ഞുകൊണ്ട് ഒരു കപ്പിൽ എന്തോ കുടിച്ച് ആരോടോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ ചിരിക്കുന്നുമുണ്ട്. തന്നെ കണ്ടിട്ടില്ല എന്ന് വ്യക്തമാണ്. കുറച്ചു കഴിഞ്ഞ് കിരൺ ചേട്ടൻ വന്ന് തോളിൽ കൈയിടുന്നതും എന്തോ പറഞ്ഞു ചിരിക്കുന്നതും കണ്ടു. അതിനിടയിലാണ് കിരൺ ചേട്ടൻ തന്നെ കണ്ടതെന്ന് തോന്നുന്നു. പെട്ടെന്ന് മുഖം മാറ്റിക്കളഞ്ഞു. ആ നിമിഷം തന്നെ ആൾ അനുചേട്ടൻ്റെ കാതിൽ എന്തോ പറയുന്നതും പെട്ടെന്ന് ആ ഭാഗത്തു നിന്നും തൻ്റെ നേർക്ക് നോട്ടം വരുന്നതും കണ്ടു. എന്നെ കണ്ടപ്പോൾ അറിയാതെ മുഖം കുനിച്ചിരുന്നു. ആ മുഖത്ത് മുഴുവൻ തെളിഞ്ഞത് എന്നോടുള്ള ദേഷ്യമാണോ എന്നാണ്. പക്ഷെ ഒരുതരം നിസ്സംഗതയായിരുന്നു ആ മുഖത്ത്. തന്നെ ഒന്ന് നോക്കി വീണ്ടും സൗഹൃദ കൂട്ടായ്മയിലേക്ക് മുഖം മാറ്റിക്കളഞ്ഞിരുന്നു. എങ്കിലും ആ നോട്ടം അതെനിക്ക് വേണ്ടിയായിരുന്നില്ലേ? ആ നോട്ടം പോലും, ആ രൂപം എൻ്റെ ഹൃദയപാളികളിൽ കൊത്തിവെക്കാനുള്ള കാരണമായിരുന്നു. ഹൃദയത്തിൽ കൊത്തിവെച്ച ചിത്രങ്ങളിൽ തനിക്കായി മാത്രം എത്തിയൊരു ചിത്രം കൂടി. അമ്മ പിടിച്ചു വലിച്ച് സൂരജേട്ടൻ്റെയും ചേച്ചിയുടെയും അരികിലേക്ക് കൊണ്ടുപോയി. എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ട്. അവരെ ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. എങ്കിലും ഇടയ്ക്കിടെ എൻ്റെ കണ്ണുകൾ ഒരു നോട്ടത്തിൽ പോലും എന്നിൽ മാന്ത്രികത നിറയ്ക്കുന്ന ഒരുവനെ തേടി അലഞ്ഞു. ഇടയിൽ എപ്പോഴോ കാണാതായി. വീണ്ടും നിരാശ തോന്നിയ ഞാൻ കിരണേട്ടൻ നിൽക്കുന്ന ഭാഗത്ത് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു. ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ. പക്ഷേ ആളെ കാണാൻ സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിരിക്കുന്ന സമയത്താണ് സ്റ്റേജിൽ നിന്നും പരിചിതമായൊരു ശബ്ദം കേട്ടത്. കിരണേട്ടനാണ് എന്ന് മനസ്സിലായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസം വിവാഹിതരായി ഇന്നതിൻ്റെ പാർട്ടി നമ്മൾക്ക് നൽകുന്ന സൂരജിനും നിഷയ്ക്കും വേണ്ടി ഒരു മനോഹരമായ ഗാനം ആലപിക്കുന്നു നമ്മുടെ ആസ്ഥാന ഗായകനായ അനന്തു. ഒരു പ്രത്യേക താളത്തിൽ ആളത് പറഞ്ഞപ്പോൾ ഞാനാണ് ഏറ്റവും പ്രതീക്ഷയോടെ സ്റ്റേജിലേക്ക് നോക്കിയത്. മൈക്കുമായി സ്റ്റേജിലേക്ക് കയറി വന്ന സൂരജേട്ടനെ നോക്കി എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. ശേഷം താളത്തിൽ പാടാൻ തുടങ്ങി. ഒരു നിമിഷം ആ വരികൾ പാടിക്കഴിഞ്ഞ് എൻ്റെ മുഖത്തേക്കാണ് ആൾ നോക്കിയത്. ആ നിമിഷം എൻ്റെ കണ്ണിൽ തെളിഞ്ഞത് പ്രണയം കണ്ടിട്ടോ എന്തോ. പെട്ടെന്ന് തന്നെ ആൾ പിന്നെ അറിയാതെ പോലും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും ആ പാട്ട് മുഴുവനായും ആൾ പാടിത്തീർത്തു. ആ രാഗവിസ്താരത്തിൽ അലിഞ്ഞ് ഞാനും. അമ്പിളിയുടെ മോനല്ലേ? അമ്മ അരികിലിരുന്ന് ആരോടോ ചോദിക്കുന്നത് കേട്ടു. അതെ, അവൻ തന്നെ. വളർന്നുപോയി ചെക്കൻ. എങ്ങനെ നടന്ന ചെക്കനാ? അമ്മ അരികിലിരുന്ന ശോഭയാൻ്റിയോട് ചോദിച്ചു. ഇവറ്റകളുടെ കാര്യം ആര് തിരക്കാൻ പോണത്? അമ്പിളി ഇപ്പോഴും ആ ലോറിക്കാരൻ സുരേന്ദ്രൻ്റെ കൂടെ തന്നെയല്ലേ? അതെ, മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ വരുന്നുണ്ട്. ഈ ചെക്കൻ അയാളെ ഇഷ്ടമല്ലെന്നൊക്കെയാ പറയണേ. അതുകൊണ്ടാണ് വരാത്തത്. ഈ ചെക്കനെ കുട്ടിക്കാലത്ത് തുടങ്ങിയതല്ലേ അവർ തമ്മിൽ ബന്ധം. ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ വന്നു പോകുന്നു എന്നതേ ഉള്ളൂ. പാലക്കാട് വേറെ കുടുംബ അയാൾക്കുണ്ടെന്നാണ് പറയുന്നത്. അമ്പിളിക്ക് ഈ വകയിൽ ഒരു പെൺകുട്ടിയുണ്ട്. ശോഭയാൻ്റി വാചാലയായി. ഓ, അവനപ്പോൾ ഒരു അനിയത്തിക്കുട്ടി ഉണ്ടല്ലേ? ഉണ്ട്. ആ കുട്ടിയുടെ കാര്യം കഷ്ടം തന്നെയാണ്. വേറെ അർത്ഥത്തിലാണ് എല്ലാവരും അതിനെ നോക്കുന്നത്. അമ്മ ഇങ്ങനെ ആയോണ്ട്. നമ്മുടെ ദീപുവിൻ്റെ പ്രായമേ ഉണ്ടാവുള്ളൂ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്നേ. എന്ത് ചെയ്യാനാ? ഓരോ തള്ളമാരിങ്ങനെ വിചാരിച്ചാ കുട്ടികളുടെ ഭാവിയല്ലേ പോവുക? അമ്മ പരിതപിച്ചു. മര്യാദയ്ക്ക് ഈ കൊച്ചിനെ കൊണ്ട് നിന്നാ പോരായിരുന്നു. വേറൊരു ബന്ധത്തിന് പോയതാ പ്രശ്നമായത്. ഇനി അവള് പായ വിരിക്കാൻ ഈ നാട്ടിൽ ആരാ ബാക്കിയുള്ളത്? ഇവിടെ ലോറിയിൽ ലോഡായിട്ട് വന്ന് സുരേന്ദ്രനുമായിട്ട് പരിചയത്തിലാകുന്നത് പിന്നെയല്ലേ? സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം സുരേന്ദ്രൻ തന്നെ നോക്കിക്കോളാം, ഇനി വേറെ ആരും വരാൻ പാടില്ലെന്ന് പറഞ്ഞത്. ഈ ചെക്കൻ വീട്ടിലൊന്നുമല്ല, പുറത്താണ് കിടപ്പ്. ഈ ചെക്കൻ എന്തെങ്കിലും മോശം സ്വഭാവം ഉണ്ടോ? ആർക്കറിയാം. കുടിയൊക്കെ ഉണ്ടെന്നാ പറയാറ്. കവലയിൽ തല്ലൊക്കെ ഉണ്ടാകുന്നത് കാണാറുണ്ട്. പഠിക്കുന്നുണ്ട്. പഠിത്തമൊക്കെ കഴിഞ്ഞു. ഡിഗ്രിയോ മറ്റോ കഴിഞ്ഞിട്ട് നിൽക്കുക. എന്തൊക്കെയോ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ വിസ്തരിച്ച് ആളുടെ ചരിത്രം കേൾക്കുകയാണ്. അമ്മയോട് വാർത്തകളെല്ലാം നന്നായി പറഞ്ഞു കൊടുക്കുന്ന ശോഭന ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ആൾക്ക് നാട്ടിലുള്ളവർക്ക് ആളോട് അത്ര മതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്നതല്ലാതെ ആളെ അറിയാൻ തോന്നി. ആ ആണൊരുത്തനിൽ എന്തോ ഒരു നന്മയുണ്ടെന്ന് തനിക്ക് തോന്നിയിരുന്നു. അതായിരിക്കുമല്ലോ തന്നെ അവനോട് ആകർഷിച്ചത്. അവനിൽ മാത്രം ജീവിതം ഒതുക്കാനുള്ള കൊതിക്കും പോലെ. ബാക്കി കേട്ടറിയുന്നതൊന്നും തൻ്റെ അവനോടുള്ള പ്രണയത്തെ ഉലയ്ക്കാൻ കേൾപ്പില്ലാത്തതാണെന്ന് തോന്നി.
ഈ പറയുന്നതൊന്നും അയാളുടെ തെറ്റാണെന്ന് തോന്നിയില്ല. അമ്മ ചെയ്ത തെറ്റിന് അയാൾ എന്ത് പിഴച്ചു? അല്ലെങ്കിൽ തന്നെ കുറ്റം പറയുന്നവർ അവരുടെ ആ സമയത്തെ സാഹചര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുമോ? എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കില്ല. അതില്ലാതെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. ആ നിമിഷം തന്നെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പായി. ഞാനിനി ആളുടെ വീട്ടിൽ പറയുകയാണെങ്കിൽ, അഥവാ ആൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ കാര്യം വീട്ടിൽ പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അത്രത്തോളം മോശം പേരാണ് ആൾക്കും നാട്ടിലുള്ളത്. വെള്ളം കുടിക്കുന്നതിനിടയിലാണ് ശോഭന ആൻറ്റിയുടെ കൈതട്ടി ധാവണിയിലേക്ക് ജ്യൂസ് മറിഞ്ഞത്. മോളെ കണ്ടില്ല, ആൻറ്റി പറഞ്ഞു. സാരമില്ല ആൻറ്റി, ഞാൻ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ട് ധാവണിയുടെ തുമ്പ് കഴുകാൻ വേണ്ടി പോയി. അത് കഴുകി തിരിയുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരാളെ കണ്ടത്. ആരോടോ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും കാണാൻ പ്രതീക്ഷിച്ച മുഖം. ഒരു നിമിഷം ആളോട് സംസാരിച്ചാലോ എന്ന് പോലും എനിക്ക് തോന്നി. പക്ഷെ ശരീരത്തിലൂടെ മിന്നൽ വേഗത്തിൽ വന്ന ഒരു വിറയൽ നിശബ്ദയാക്കി കളഞ്ഞു. ഒരു നിമിഷം അവിടെ ചലിക്കാൻ പോലും സാധിക്കാതെ ഞാൻ നിന്നപ്പോഴാണ് ആള് തിരിഞ്ഞത്. എന്നെ കണ്ടതും ആളും ഒന്ന് അമ്പരന്നുവെന്ന് തോന്നിയിരുന്നു. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് തിരികെ പോകാൻ ഒരുങ്ങുകയാണ് ആൾ എന്ന് മനസ്സിലാക്കി ഞാൻ ഓടി മുൻപിലേക്ക് ചെന്ന് നിന്നു. ഒരു നിമിഷം എന്റെ പ്രവൃത്തി ആളെ അമ്പരപ്പിച്ചു. രൂക്ഷമായി എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. തല ഉയർത്തി എന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറയുമെന്ന് അറിയില്ലായിരുന്നു. ഞാനാ ദിവ്യ. പരിഭ്രമത്തിലും സന്തോഷവും കലർന്ന മുഖത്തോടെ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അതിന് ഞാനെന്താ തല കുത്തി നിൽക്കണം? പെട്ടെന്നുള്ള ആ ചോദ്യം എന്നെ ഞെട്ടിച്ചു. സകല ധൈര്യവും ചോർന്നു തുടങ്ങി. എന്നോട് ദേഷ്യമാണോ? ഞാനെന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞില്ലേ? പിന്നെ അവിടെയും ഇവിടെയും നിന്നിട്ട് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്തിനാ വെറുതെ നോക്കുന്നത്? എനിക്കല്ല, നിനക്ക് തന്നെയാണ് നാണക്കേട്. അല്ല കൊച്ചേ, നീ നല്ല അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ളൊരു കൊച്ചായിരുന്നല്ലോ. എന്ന് തൊട്ടാ നിനക്ക് ഈ സ്വഭാവം തുടങ്ങിയത്? താടിയിൽ വിരലോടിച്ച് ആൾ ചോദിച്ചു. എന്ത് സ്വഭാവം? അല്ല, ഇങ്ങനെ ആണുങ്ങളെ പുറകെ നടക്കുന്ന സ്വഭാവം. ഒരു നിമിഷം ആളത് പറഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നിയിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകൾ. അതിൻ്റെ ആഘാതത്തിലാവണം കണ്ണുകൾ നനഞ്ഞു പോയിരുന്നു. ഞാൻ കരഞ്ഞപ്പോൾ ആളും വല്ലാതെ ആയെന്ന് തോന്നുന്നു. താൻ കരയാണോ? ആള് പെട്ടെന്ന് ചോദിച്ചു. ഞാനങ്ങനെ ആണുങ്ങളുടെ പുറകെ നടക്കുന്ന ഒരാളല്ല. ആരുടെയും പുറകെ നടന്നിട്ടില്ല. ആദ്യമായിട്ട് എനിക്കിഷ്ടം തോന്നിയത് ഈ ആളോട്. 3-4 കൊല്ലായി. ഇനി പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. ചേട്ടൻ്റെ കല്യാണം കഴിയുമെന്ന് നീതുവും പറഞ്ഞു. പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഇത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടി തീരുമാനിച്ചത്. എനിക്ക് അത്രയ്ക്കിഷ്ടമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനങ്ങനെ മോശപ്പെട്ട പെണ്ണല്ല. അത് പറഞ്ഞപ്പോഴേക്കും വാക്കുകൾ ഇടറി തുടങ്ങിയിരുന്നു. ആ നിമിഷം തന്നെ കണ്ണിൽ നിന്നും ഒരു നീർമുത്ത് താഴേക്ക് വീഴുകയും ചെയ്തു. ഒരു നിമിഷം എൻ്റെ കരച്ചിൽ കണ്ട് ആൾ വല്ലാതായെന്ന് തോന്നുന്നു. കാത്തിരിക്കും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.